യാക്കോബ് 5:11. ഹല്ലേലൂയ. സഹിഷ്ണുത കാണിക്കുന്നവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തും. എന്നിട്ട് ബൈബിൾ പറയാണ്, യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും. തന്റെ ജോബിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധി വന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവ് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുമിരിക്കുന്നു. കാരണം കർത്താവ് കരുണയും മനസ്സലിയും ഉള്ളവൻ അല്ലോ. ഇനി ശ്രദ്ധിക്കണം, ദൈവ ശബ്ദം ഇതാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കും, പക്ഷേ നമ്മൾ കർത്താവ് വരുത്തുന്ന അന്ത്യം നമ്മൾ കാണാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ കടന്നു പോകുന്നതല്ല, അതിന്റെ ഔട്ട്കം ആണ് നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. അതായത് ഒരു മിഷനിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നു, പ്ലാസ്റ്റിക് ഫ്ലവർ ഉണ്ടാക്കുന്നു, ഒരു നല്ല ബോട്ടിൽ ഉണ്ടാക്കുന്നു. ആദ്യം എങ്ങനെ കയറിപ്പോകുന്നേ? പൊടിഞ്ഞതും പൊട്ടിയതുമായ കുറെ പ്ലാസ്റ്റിക്കും ഗ്ലാസുകളൊക്കെ മിഷനിൽ കൂടെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് പ്രോസസ് എല്ലാം ചെയ്ത് അവസാനം അതിന്റെ ഔട്ട്കം എന്തോ വെളിയിലെന്തോ വരുന്നത് മനോഹരമായ ഒരു പാത്രം. നമ്മൾ മിഷൻ തുടങ്ങുമ്പോൾ ഭയങ്കര സൗണ്ട്, കിറ സൗണ്ട് ഒക്കെ കേൾക്കും, പലതും നമ്മൾ കേൾക്കും. നമ്മൾ ഇതെന്തോ ഉണ്ടാക്കുന്നത്. പക്ഷെ അവസാനം അതിന്റെ മിഷന്റെ യൂണിറ്റിന്റെ ആ ഫാക്ടറിയുടെ അവസാന ഭാഗത്ത് ചെല്ലുമ്പോൾ മനോഹരമായ ബോട്ടിലുകളും മറ്റു സംഭവങ്ങളും ഉണ്ടായി വരുന്നത് കാണാം. ഇതേപോലെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ഹല്ലേലൂയ, യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് പഴയ നിയമത്തിലെ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. യോബിന്റെ ജീവിതത്തിലെ ഒത്തിരി വേദനയും സഹിഷ്ണുതയും പ്രതിസന്ധിയും നിങ്ങൾ കേട്ടല്ലോ, പക്ഷെ കർത്താവ് വരുത്തിയ അവസാനവും കണ്ടുപിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന ഇതാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചില നല്ലത് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ കണ്ടതും കേട്ടതിനേക്കാൾ അപ്പുറമായി കർത്താവ് വരുത്തുന്നത് നിങ്ങൾ കാണാൻ പോകുക. അതൊന്നും കൂടെ നിങ്ങൾ വിളിച്ചു പറയാൻ പോകുക, ഒരു ഔട്ട്കം. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ, God ultimately treated with wonderful. Hallelujah. ദൈവം അതിനെ അങ്ങ് ട്രീറ്റ് ചെയ്യും, ദൈവം അതിനെ അങ്ങ് കൈകാര്യം ചെയ്യും. അവസാനം അത് വണ്ടർഫുൾ ആയി ഒരു നല്ല ഔട്ട്കം ആയി പുറത്തു വരും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പലതും നമ്മൾ കേട്ടു, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നീ കണ്ടതും കേട്ടതുമല്ല, വരും ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത് കർത്താവ് വരുത്തുന്ന ഒരു അവസാനം, കർത്താവ് വരുത്തുന്ന ഒരു മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഒന്നും കൂടെ വിശ്വാസത്തിന്റെ ദൂത് നിങ്ങളുടെ അകത്തോട്ട് കയറാൻ പോകാൻ വേണ്ടി പറയുകയാണ്. വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ കേട്ട വാർത്തകൾ, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ, മനുഷ്യൻ പറയുന്നത്, നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്നോട് തന്നെ പറയുന്നത്, ഇതെല്ലാം കണ്ടും കേട്ടും ജീവിതത്തിന്റെ അവസ്ഥകളാ മറ്റുള്ളവർ പറഞ്ഞത്. പക്ഷെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞിനോട് ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകലൊരു ദൂത് പറയാനുണ്ട്. കർത്താവ് വരുത്തും അവസാനം. ഹല്ലേലൂയ. കാരണം കർത്താവ് കരുണയും മനസ്സലിവുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം എന്താണ്? മനസ്സലിവുള്ള ദൈവമാണ്, കരുണയുടെ ദൈവമാണ്. സംഖ്യ 14:17 ബൈബിൾ ഇങ്ങനെ പറയുന്നു. സംഖ്യാപുസ്തകം 14:17, യഹോവ ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരെ വെറുതെ വിടാതെ, പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെ തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. വെറുതെ വിടാത്തവനാ കുറ്റംകാരൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്വഭാവം, അവൻ ദീർഘക്ഷമയും മഹാദയവും അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ. കരുണയും മനസ്സലിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ദൈവജനത്തിൽ കൂടെ പറയുന്നത്? യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. കർത്താവ് വരുത്തിയ അന്ത്യം നിങ്ങൾ കണ്ടിരിക്കുന്നു. ദൈവം നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത്? ലോർഡ് ട്രീറ്റഡ് വണ്ടർഫുള്ളി. നമ്മൾ കലങ്ങിയ വെള്ളം ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമായിട്ട് മാറത്തില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്നത് നല്ല തെളിഞ്ഞ വെള്ളം, പക്ഷെ ആറ്റി പോയി നോക്കിയാൽ കാലങ്ങി ചേറും പിടിച്ച് കിടക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് എന്ത് നടക്കുന്നു? അതിന് പറയുന്ന പ്ലെയിൻ എന്ത്? വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഒരു സംഭവത്തിൽ കൂടെ കയറി ഇറങ്ങി അപ്പുറത്ത് വരുമ്പോ നല്ല വെളുത്ത വെള്ളമായി, ശുദ്ധ വെള്ളമായി പുറത്തു വരുന്നു. ഇതേപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നു. ചിലതിലെ ദൈവം ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പോവാ. ഇന്നത്തെ ഒരു ആത്മീയ ദൂതത.
നിന്റെ ജീവിതത്തിൽ പലതും നീ കണ്ടും കേട്ടിരിക്കുകയാണ്. പക്ഷെ ആ അനുഭവത്തെ ദൈവം ഒന്ന് ട്രീറ്റ് ചെയ്ത് നല്ലൊരു ഔട്ട്കം, കർത്താവ് വരുത്തുന്ന ഒരു അവസാനം ജീവിതത്തിന്റെ വിഷയത്തിന്റെ അകത്ത്, തലമുറയ്ക്കകത്ത്, ഭാവിക്കകത്ത്, ജീവിതത്തിനകത്ത്, ദൈവം കുടുംബത്തിനകത്ത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറ, അടുത്തിരിക്കുന്നവരൊക്കെ പറ, ദൈവം ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞേ. ദൈവം ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിൽ കൊടുക്കാൻ പോവാ. ദൈവം ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ഒരു നല്ലതായിട്ട് നീ പുറത്തു വരാൻ പോവാ. ഇതുവരെ നിന്റെ ജീവിതത്തെ കുറിച്ച് കണ്ടതും കേട്ടതും പറഞ്ഞതുമല്ല. ഹല്ലേലൂയ. കർത്താവ് വരുത്താൻ പോകുന്ന ഒരു അന്ത്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നിന്റെ ആയുസ് ഭൂമിയിൽ നെടുക്കുന്നതിന് മുമ്പേ ഇവിടെ ഇരിക്കുന്ന സകലതിനോട് ദൂത് പറയുന്നു, നിന്നെ ദൈവം ട്രീറ്റ് ചെയ്ത് ഒരു നല്ല ഔട്ട്കം, ഒരു നല്ലത് ദൈവം വരുത്താൻ പോവുകയാണ്. നമ്മൾ വായിച്ച സംഭവം എന്ന് പറയുന്നത് യോബിനെ കുറിച്ചാണ്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം എടുത്തേ. യോബിന്റെ പുസ്തകം സങ്കീർത്തന പുസ്തകങ്ങൾക്ക് മുമ്പേ കിടക്കുന്നെങ്കിലും സത്യം പറഞ്ഞ ഉൽപ്പത്തിയിൽ നമ്മുടെ അബ്രാം പിതാവിന്റെ സമകാലികനായി ഏകദേശം ആ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ് യോബ് എന്ന് പറയുന്നത്. ഒരേ അനുഭവത്തിൽ യോബിന്റെ പേരിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് തന്നെ പീഡനം. അത്ര സഹിഷ്ണുത അനുഭവിച്ചവനാ, പീഡനം അനുഭവിച്ചവനാ. ഉൽപ്പത്തി പുസ്തകമൊക്കെ എഴുതിയതുപോലെ മോശ തന്നെയാണ് ഈ യോബിന്റെ പുസ്തകം എഴുതിയെന്ന് യഹൂദന്മാരുടെ പാരമ്പര്യമുള്ള തൽമൂദ് എന്ന് പറയും. അന്നത്തെ സാഹചര്യവും പാരമ്പര്യവും എഴുതി വെച്ചതാണ് യഹൂദ തൽമൂദ്. യഹൂദന്മാരുടെ തൽമൂദ് പറയുന്നു മോശയാണ് യോബിന്റെ പുസ്തകം എഴുതിയത്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ അബ്രാം പിതാവിന്റെ അതേ കാല സമയത്ത് സമകാലികരായി ജീവിച്ചതാണ്. പുസ്തകക്രമം വന്നപ്പോൾ യോബിന്റെ പുസ്തകം അവിടെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അബ്രാം പിതാവിന്റെ സമകാലികൻ. ഇനി ശ്രദ്ധിച്ചോണം, യോബ് 1:1 വായിക്കുമ്പോ നമുക്കറിയാം, ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ആ ദേശത്ത് ആരുണ്ടായിരുന്നു? ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും. ഈ മനുഷ്യൻ എങ്ങനായിരുന്നു? നിഷ്കളങ്കൻ. നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് ബൈബിൾ പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ദോഷം വിട്ട്. അപ്പൊ ഈ മനുഷ്യൻ നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ട്. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനാണ്. അബ്രാമിന് 99 വയസ്സായപ്പോൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ഇറങ്ങി വന്നിട്ടും ദൈവം പറയുന്നുണ്ട്, നീ എന്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നീ എന്റെ മുമ്പിൽ എങ്ങനായിരിക്കുക? നിഷ്കളങ്കനായിരിക്കുക. അങ്ങനെ നീ പോയാൽ അസാധ്യ മണ്ഡലത്തിൽ നിനക്ക് സാധ്യത വെളിപ്പെടും. തലമുറകൾ ജനിക്കും, ദേശം നിനക്ക് അവകാശമായി ലഭിക്കും. അവിടെയും പറയുന്നു എന്റെ മുമ്പിൽ എന്തായിരിക്കുക. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, അതാണ് ആ സമകാലികൻ എന്ന് പറഞ്ഞാൽ അവിടെയും നിഷ്കളങ്കനായിരിക്കാം. അപ്പൊ യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യോബ് എന്ന മനുഷ്യൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകന്നവൻ. നമ്മെ കുറിച്ചും ദൈവം അത് ആഗ്രഹിക്കുന്നത്. ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നിഷ്കളങ്കരായിരിക്കും. അപ്പോൾ തന്നെ നമ്മള് അപ്പൊ പിന്നെ എല്ലാം നിഷ്കളങ്ക അങ്ങനല്ല. പാമ്പിനെ പോലെ ഒരു ബുദ്ധിയായിട്ട് ജീവിക്കണം, വയസ്സായി ജീവിക്കണം, പരിജ്ഞാനത്തോടെ ജീവിക്കണം. അപ്പൊ തന്നെ ഹൃദയം കൊണ്ട് എന്തായിരിക്കണം? നിഷ്കളങ്ക. അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ പറ്റും. അപ്പം ബുദ്ധിയോടായിരിക്കണം. പലപ്പോഴും പറയുന്നുള്ളൂ നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കും, ഇല്ലേ? ബൈബിൾ തന്നെ പറയുന്നില്ലേ, ബുദ്ധിയുള്ള കന്യകമാരെ പോകുക, ബുദ്ധിയുള്ള വീട് പണിയുന്നവർ. അപ്പം ബുദ്ധികെട്ട് ജീവിക്കാനൊന്നും ബൈബിൾ പറയുന്നില്ല, പക്ഷെ നിഷ്കളങ്കനായിരിക്കും. എന്നാൽ ഈ ലോകത്ത് ജീവിക്കോ ബുദ്ധിയോടെ ചില കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ ഉള്ളം എന്തായിരിക്കണം? അബ്രാമിനെ പോലെ നിഷ്കളങ്കമായിരിക്കും. അപ്പം നിഷ്കളങ്കൻ, നേരുള്ളവൻ, നമ്മെ കുറിച്ച് പറഞ്ഞ ദൈവഭക്തൻ. എന്താണ് ദൈവഭക്തൻ? അങ്ങനെ നമ്മൾ വിശ്വാസിയാണ്, ആരാധനയ്ക്ക് പോകുന്നവരാണ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം, അത് നല്ല കാര്യമാണ്. അതിനേക്കാൾ നല്ലത് കൂടുതലാണ് അവൻ ദൈവഭക്തൻ. ദോഷം വിട്ടകന്നവൻ, ദോഷത്തിന് കൂട്ടു നിൽക്കത്തില്ല, അത് മാറി നിൽക്കും. അതിനൊരു സെപ്പറേഷൻ, അതിനൊരു വേർപാട്. ദോഷത്തിന് നമ്മൾ നിൽക്കുന്നില്ല. ഇങ്ങനൊരു മനുഷ്യൻ, അങ്ങനെ കുറിച്ച് ആകാനാണ് ദൈവം നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഇനി 7-ാമത്തെ വാക്യം വായിച്ചേ.
ഇതാണ് യോബിന്റെ അനുഭവം. ഇനിയാണ് സംഭവം നടക്കുന്നത്. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒരു സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ നടക്കുകയാണ്. ദൈവം സാത്താൻ വീണുപോയ ദൂതൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്നും അഹങ്കരിച്ച് വീണുപോയ ദൂതൻ. അവൻ എപ്പോഴും ഒറ്റ നോട്ടേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് അകന്ന് മാറിപ്പോയത് കൊണ്ട് മനുഷ്യനെയും ദൈവത്തിൽ നിന്ന് അകറ്റുക. അന്നും ഇന്നും പിശാചിന്റെ തന്ത്രം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക. ആദാമിനെ ഹവ്വയും കൊണ്ട് പഴമൊക്കെ കാണിച്ച് എന്ത് പരിപാടി എന്തോ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറ്റുക. അന്ന് മുതലേ വീണുപോയ ദൂതന്റെ ഒറ്റ സാത്താന്റെ ഒറ്റ തന്ത്രമേ ഉള്ളൂ, മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കരുത്, അതിന് പലതിൻ്റെ അകത്ത് കുടുക്കി അവനെ അതിൽ നിന്ന് മാറ്റുക എന്നാണ്. ഇത് പകലും പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണ്? ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക, ആ ഫെലോഷിപ്പിൽ നിന്ന് അവനെ മാറ്റുക. അവൻ സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ എന്താ ആൻസർ പറഞ്ഞേ? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഭൂമിയിൽ നിന്നും ഊടാടി സഞ്ചരിച്ചു. അപ്പം ഇതിൽ നിന്ന് ഒരു ആത്മീയ മർമ്മം നമ്മളോട് സംസാരിക്കുന്നത്, ഇരുട്ടിന്റെ ശക്തികൾ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ഇഷ്ടംപോലെ മൊബൈൽ കമ്പനിയുടെ റേഞ്ച് ഉണ്ട്, ആണോ അല്ലയോ? നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായ ജിയോ കാണും, BSL കാണും, വോഡഫോൺ കാണും, എയർടെൽ കാണും. ഇതെല്ലാം ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവും. എപ്പോഴാണ് നമുക്ക് നമ്മുടെ കിട്ടുന്നത്? ഏതിന്റെ സിം ആണോ നമ്മൾ ഇടുന്നത് അത് നേരെ നമുക്ക് എന്ത് ചെയ്യും? കണക്ട് ആവും. ഇതേപോലെ അതിനെ സ്വീകരിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് എന്ത് ചെയ്യത്തുള്ളൂ? കണക്ട് ആവും. അതിട്ടാലേ അത് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടത്തുള്ളൂ. ഇപ്പൊ ജിയോ കിട്ടുന്നതിന്റെ പേരിൽ BSLന്റെ കണക്ഷൻ നമുക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വോഡഫോൺ കിട്ടണമെന്നില്ല. കാരണം എന്താ? അത് ഇട്ടാല് അകത്ത് ഇത് അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഇതിന്റെ എല്ലാ സിഗ്നൽ കിടപ്പുണ്ട്. ഇതേപോലെ തന്നെ ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ അദൃശ്യ മണ്ഡലത്തിൽ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവകുഞ്ഞുങ്ങളോട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, 1 പത്രോസ് 5:8, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിരുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾ ആരെ വിരുങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതാ ദൈവത്തിനറിയാം. അതാ ചോദിച്ചത്, സാത്താൻ നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. അപ്പഴാ ചോദിക്കുന്നത്, നീ എന്റെ ദാസനായ യോബിനെ നീ ദൃഷ്ടി വെച്ചോ? നീ അവനെ നോട്ടം ചെയ്തോ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ദൈവ കുഞ്ഞുങ്ങൾ ഒരു കാര്യം മനസ്സിലാകാതെ നമ്മൾ ഒരു കളിക്കളത്തിൽ നിൽക്കുന്ന പോലെ ലാഘവത്തോടെ നിൽക്കരുത്. നമ്മൾ പോർക്കളത്തിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങളാണ്. നമ്മൾ എന്താണ്? പോർക്കളത്തിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങളാണ്. ഇരുട്ടിൽ നമ്മൾ അനാവശ്യമായി ഭയപ്പെടേണ്ട, പക്ഷെ നമ്മൾ ഗൗരവമുള്ളവരായിരിക്കണം. നമ്മൾ അനാവശ്യമായി എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട, പക്ഷെ എന്തുള്ളവരായിരിക്കണം? ഗൗരവമുള്ളവരായിരിക്കണം. അപ്പം ഇരുട്ടിൽ അലർന്ന സിംഹം പോലെ നടക്കുകയാണ്. യോബിനെ ദൃഷ്ടി വെച്ചോ എന്ന് ചോദിച്ചു, ദൃഷ്ടി വെച്ചു. അപ്പൊ പറഞ്ഞു, ചുമ്മാതല്ല അവൻ ദൈവത്തെ സേവിക്കുന്നത്. സാത്താൻ പറയാണ്, ചുമ്മാതല്ല ദൈവത്തെ, കാരണം അവന്റെ ഉള്ള എല്ലാ സമ്പത്തും കൊടുത്ത് നീ അനുഗ്രഹിച്ചു. 2, ഒരു ദുഷ്ട പോലും തൊടാതെ നീ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വേലി കെട്ടി പരിപാടി. അതന്നെ 1:10 പറയുന്നുണ്ട്, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയില്ലയോ? കണ്ടോ? ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളോടൊരു ദൂത് പറയുന്നു, നിനക്കും നിനക്കുള്ളതിന് ചുറ്റും വേലി കെട്ടി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് അതിനൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? എത്ര പിശാചികൾ അമ്മാനമാടിക്കോട്ടെ, എത്ര ദുഷ്ടശക്തികൾ ഉണ്ടായിക്കോട്ടെ, അത് നിന്റെ വിഷയമല്ല. പ്രാർത്ഥിക്കുന്ന ദോഷം വിട്ടകുന്ന ദൈവ കുഞ്ഞിനോട് പരിശുദ്ധ ദൂത് പറയുന്നു, നിനക്കുള്ളതിനും നിനക്കുള്ള സമ്പത്തിനും കുഞ്ഞുകുട്ടി ആബാലത്തെ ദൃഷ്ടി വെക്കാതെ വേലി കെട്ടി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും ഇന്നോട്ടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ തലമുറയ്ക്കും എന്റെ ജീവിത സാഹചര്യങ്ങൾക്കും കർത്താവ് യോബിന്റെ പുസ്തകം 1:10 പറയുന്ന പോലെ യോബിനുള്ള സകലത്തെയും വേലി കെട്ടി പരിപാലിച്ചതുപോലെ എനിക്കും എന്റെ കുടുംബത്തിനുള്ള സകലത്തെ, എന്റെ ആരോഗ്യത്തെ, എന്റെ സമ്പത്തിന്, എന്റെ തലമുറ, എന്റെ കുടുംബത്തെ വേലി കെട്ടി പരിപാലിക്കണം. പ്രാർത്ഥിച്ചേ, വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് പറയാം, ആരൊക്കെ നോക്കിക്കോട്ടെ, എത്ര ദുഷ്ടദൃഷ്ടികൾ ഉണ്ടായിക്കോട്ടെ, എത്രയൊക്കെ ഇരുട്ടിന്റെ പോരാട്ടം ഉണ്ടായിക്കോട്ടെ, അത് നിന്നോട് അടുത്തു വരത്തില്ല. കാരണം ദൈവത്തിന്റെ ദൂതന്മാരാൽ നിനക്ക് വേലി കെട്ടി പരിപാലിക്കുന്ന ഒരു നല്ല ദൈവം.
എല്ലാ അനാവശ്യ ഭയങ്ങളും മാറട്ടെ, എല്ലാ ഭീതികളും മാറട്ടെ. ഭയം മാറട്ടെ, ഭയം മാറട്ടെ, ഭയം മാറട്ടെ. ഈ ഭയത്തെ പലരും മുതലെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. പലരും മുതലെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവദാസ നിലയിൽ, ഹല്ലേലൂയ, ഒരു അഭിഷേകത്തിന്റെ നിലയിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അയ്യോ ഭയമുണ്ട്, പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നത്തെ ഒരു വലിയ ടെക്നിക്ക് ആത്മീയ ലോകത്തിലും അത് സംഭവിച്ചു പോകുന്നു. എന്തെങ്കിലും പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി, വീണ്ടും ഭയപ്പെടുത്തി, അവർക്ക് അടിമയായി എന്നും അവരെ വിളിക്കാൻ, എന്നും അവരുടെ അടുത്ത് ചെല്ലാനായിട്ട് അവരെ ഭയപ്പെടുത്തി, ഹല്ലേലൂയ, ആവശ്യമില്ലാത്തത് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഒരിക്കലും നൂരാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെക്കും. പക്ഷെ ഞാനൊരു സത്യം പറയാം, യെസ്, ഊടാടി സഞ്ചരിക്കുന്ന ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ദുഷ്ടദൃഷ്ടികൾ ഉണ്ടാകാം. പക്ഷെ നിന്നോട് ബൈബിൾ ദൂത് പറയുന്നു, നിനക്ക് ചുറ്റും വേലി കെട്ടി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് ആത്മാവിൽ ബലപ്പെട്, ഒന്ന് ഏറ്റെടുത്ത് ജയം പ്രാപിക്ക്, ഒന്ന് ആത്മാവിൽ ആരാധിക്കേ. എല്ലാ മാനുഷിക ഭയങ്ങളും മാറട്ടെ, എല്ലാ ദുഷ്ടഭീതികളും മാറട്ടെ. എല്ലാ ഭയങ്ങളും മാറട്ടെ. ഇന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. അല്ല ഇത് ചിന്തിച്ചോണ്ടിരിക്കും. ഊടാടി സഞ്ചരിച്ചോട്ടെ, അത് വിഷയമല്ല. അത് സാത്താൻ പറയും, ഞാൻ ഊടാടി, പക്ഷെ ഒരു രക്ഷയില്ല. കാരണം നീ വേര് കുട്ടി പരിപാലിച്ചേക്കോ, ഒരു രക്ഷയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവ കുഞ്ഞുങ്ങളോട് ദൂത് പറയുന്നു, 1000 സാത്താനിക ശക്തികൾ നിനക്ക് ചുറ്റും ഊടാടി സഞ്ചരിച്ചാലോ, ഇന്നൊരു പകൽ ദൂത് പറയാ, നിനക്ക് വേലി കെട്ടി പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന വെളിപ്പാട് നിന്റെ അകത്ത് കയറിയാൽ നീ ജയം പ്രാപിക്കും. ഈ ആത്മീയ ജീവിതത്തിന്റെ വിജയം എവിടെ കിടക്കുന്ന അറിയാമോ? ലോകത്തിൽ പഠിച്ച് ജ്ഞാനം വെച്ചാൽ ലോകത്തിൽ ഉന്നതം പ്രാപിക്കാം. എന്നാൽ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ടുവന്നാൽ ആ കിട്ടിയ ഉന്നത സ്ഥാനം നിലനിന്നു പോകാൻ പരിജ്ഞാനം നമുക്ക് വേണം. എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് ലോകത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ കയറാനുള്ള സാധ്യത വാതിൽ തുറക്കുക. അതുകൊണ്ടാവുന്നില്ല എങ്കിലും അതിനൊരു വാതിൽ തുറക്കുക. അപ്പോൾ തന്നെ കിട്ടിയ ഉയർച്ചയിൽ നിലനിന്നു പോകാൻ എന്തോ വേണം? പരിജ്ഞാനം വേണം, ജ്ഞാനവും വേണം, പരിജ്ഞാനവും വേണം. നേരത്തെ നമ്മൾ വായിച്ചതിൻ്റെ അകത്തുണ്ട് ജ്ഞാനവും ഉണ്ട്, പരിജ്ഞാനം. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ, അതല്ല അതുകൊണ്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഒരു കുട്ടി ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുകയാണ്, ഈ കരയിൽ 10 താറാവ് ഉണ്ടായിരുന്നു. 2 താറാവ് ഈ തോട് കിടന്ന് അപ്പുറത്തെത്തി. കൊച്ചു പിള്ളേരോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ മറ്റേ കരയിൽ എത്ര താറാവുണ്ട്? എല്ലാരും പറഞ്ഞു 10 ന് 2 പോയ എത്ര? 10 ന് 2 പോയ എത്ര? 8. കറക്റ്റ്. 8. ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇപ്പുറത്ത് 0, ഇപ്പുറത്ത് 0. ബാക്കി എല്ലാവരും എന്തോ പറഞ്ഞേ? ടീച്ചറിന് അങ്ങ് ദേഷ്യം. ഇതാന്ന് പറഞ്ഞു നിന്നെ മാത്സ് പഠിപ്പിച്ച് ഇതായോ? എല്ലാവരും കറക്റ്റായിട്ട് നീ മാത്രം തെറ്റിച്ചു. കൊച്ചു പറയാ, ഞാൻ കുട്ടനാടുകാരനാ ടീച്ചറെ, എനിക്കറിയാം 2 താറാവ് അപ്പുറത്ത് ചാടിയാ ബാക്കി 8 അപ്പുറത്ത് ചാടിയിരിക്കും. അതെന്തുവാ? പരിജ്ഞാനം, അനുഭൂതി എന്ന് പറയുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ടീച്ചർ പറഞ്ഞത് ലോകത്തിന്റെ നോളജാ. 2 എണ്ണം പോയാൽ എത്ര ഉണ്ട്? ശരിയാണ്, അതാണ് പറയേണ്ടത് മാത്സിൽ. പക്ഷെ അവൻ കുറച്ചും കൂടെ ബുദ്ധി. അവൻ ഞാൻ ആ കുട്ടനാടുകാരനാ, 2 എണ്ണം അപ്പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങേക്കരെ ഒന്നും കാണില്ല, ബാക്കി 8 അപ്പുറത്ത് ചാടിയിരിക്കും, ഇപ്പുറത്ത് 0. അപ്പൊ അവൻ പറഞ്ഞതിൻ്റെ അകത്ത് കാര്യമുണ്ടോ? കാര്യമുണ്ട്. അപ്പം അത് ലോകത്തിൽ. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിന്റെ ജയത്തിന് മൂന്നാമതൊരു വെളിപ്പാട് വേണം. അത് വെളിപ്പാടിന്റെ അറിവ്, റെവലേഷൻ നോളജ്. അതില്ലെങ്കിൽ നമ്മൾ തകർന്നു. അതാണ് ഇപ്പൊ കേട്ടത്, നിനക്ക് ചുറ്റും വേലി കെട്ടി പരിപാലിക്കുന്നു. മറ്റേത് നീ അറിയും, ഇരുട്ടിന്റെ ശക്തി പോരാട്ടം. പക്ഷെ ഇപ്പുറത്ത് വെളിപ്പാട് അകത്ത് കയറണം. വേലി കെട്ടി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, എങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഹല്ലേലൂയ. ജ്ഞാനത്തിനും പരിജ്ഞാനത്തിനും അപ്പുറത്ത് ദൈവം തരുന്ന ദൈവിക വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടിന്റെ അകത്ത്, വചനത്തിന്റെ വെളിപ്പാടിന്റെ അകത്ത്, അത് നമ്മുടെ അകത്തെ മനുഷ്യന് ദൈവം ഇടുന്നതാ. നമ്മുടെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിക്കുന്നതാ. അടുത്തിരിക്കുന്ന വെളിപ്പാടും കൂടെ പ്രാപിക്കണമെന്ന് പറഞ്ഞേ. ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം,
ആ ഒരു വിഷ്ടം വേണം, നോളജ് കിട്ടണം, വിഷ്ടം കിട്ടണം, അപ്പുറത്ത് എന്തോ വേണം, റെവലേഷൻ, വെളിപ്പാടുകൾ. ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം ജയിച്ചു. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമാണ് ആ വെളിപ്പാട് കൂടെ കിട്ടണം. അപ്പോൾ ഭീതി ഒഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ജീവിതത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന കവർ യഥാ അത്യുന്നതായ ദൈവത്തിന്റെ ചിറകിന് മേൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവന്റെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. തന്റെ ചിറകിന്റെ കീഴിൽ അവൻ ശരണം പ്രാപിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിനക്ക് പേടിപ്പാൻ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെ നിനക്ക്. സങ്കീർത്തനം 91:7 നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുഭാഗത്ത് 10,000 പേരും വീരും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഉറക്കെ പറ, നിന്നോട് അടുത്ത് വരികയില്ല. കാരണം വേലി കെട്ടി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വേലി പൊളിച്ചു തരാൻ വന്നു. അവൻ അതിന്റെ പേരിലൊന്നുമല്ല എന്നെ സേവിക്കുന്നത്, ഒന്നുമില്ലേലും എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ്. ഞാൻ വേഗത്തിൽ പറയാൻ പോവാ. അങ്ങനെ പിശാചിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? യോബിന്റെ വേലി ദൈവം അനുവദിച്ചു. അതാ കറക്റ്റ്. ദൈവം എന്ത് ചെയ്തു? അനുവദിച്ചു. പിശാച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് പ്രാർത്ഥിക്കണം. ദൈവം അനുവദിക്കാതെ സംഭവിക്കുന്നില്ല. വിശ്വസിക്കാൻ. അത് നമ്മൾ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പത്രോസിന് പറയുന്നുണ്ട്, ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ പിശാച് പാറ്റാൻ നോക്കിയതാ, പക്ഷെ ഞാനോ നിന്റെ വിശ്വാസം പോവാതിരിക്കാൻ അനുവദിച്ചില്ല. അപ്പൊ ചിലത് ദൈവം അനുവദിക്കാതിരിക്കുന്നത് നമ്മുടെ വിശ്വാസം പോവാതിരിക്കാൻ. അങ്ങനെ നമ്മളൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ചിലതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം, ചിലതിൽ നിന്ന് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കരം അനുകൂലമായി തീർന്നിരിക്കും. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ പിശാച് അമ്മാനമാടാൻ തുടങ്ങി. ആദ്യം സമ്പത്ത്, തലമുറകൾ, സമ്പത്ത് എല്ലാം 1/2 ഇങ്ങനെ നശിക്കപ്പെട്ടു. പിന്നെ തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനം തന്റെ ഭാര്യയെ തള്ളിപ്പറഞ്ഞ് മരിക്കടാ മനുഷ്യ എന്ന് പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് ഇതിന്റെ അപ്പുറത്ത് ഇനി ഒന്നും സംഭവിക്കാനില്ല. അതെല്ലാം മനുഷ്യന് വേണ്ടതല്ല ഇതിന്റെ അകത്തുണ്ട്. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമ്മൾ കുറെയൊക്കെ പിടിച്ചു നിൽക്കും. കാരണം നാളുകളായാലും അധ്വാനിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധ്യത കിടപ്പുണ്ട്. പക്ഷെ തലമുറ നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, ചൊറിച്ചൽ. നമുക്കറിയാലോ, ഓട്ടും കഷ്ണം ഇട്ടിട്ട് പോലും ചൊറിയോ, അത്രയ്ക്കും വല്ലാത്ത ബുദ്ധിമുട്ട്. കൂടെ നിൽക്കേണ്ട ഭാര്യയും മാനസിക ഒറ്റപ്പെടുത്തൽ. ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിക്കാൻ ഇനി വേറെ ഒന്നും വേണ്ട. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും, അതാ യോബിനെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. യോബ് ബൈബിൾ പറയുന്നു, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. 2 ഭാഗത്തായിട്ടാ പറഞ്ഞത്. യോബ് 1:22 യോബ് 2:10. യോബ് 1:22 എന്ന് പറഞ്ഞ് 21, 22. യോബ് 1:21, 22 എന്ന് വായിച്ചേ. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. 2:10 വായിച്ചേ. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. ഭാര്യയോട് സംസാരിക്കുകയാണ്. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. എല്ലാവരും ശ്രദ്ധിച്ച്, ഇത്രയും പ്രതിസന്ധി വന്നിട്ടും ഇയ്യോബ് തന്റെ അധരം കൊണ്ട് എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. തന്റെ വാക്കിൽ ദൈവത്തോട് എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. ശ്രദ്ധിച്ചോളാം, ഇയ്യോബ് കടന്നുപോയ ഒരു അനുഭവം ഇനിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇനി ഇയ്യോബിനെ ദൈവം ട്രീറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന ഒരു അനുഭവം. അങ്ങനെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. അപ്പോൾ തന്നെ ഇയ്യോബിന്റെ പുസ്തകം ദൈവത്തിന്റെ വേദനയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് 1-2 പ്രത്യാശ നൽകുന്ന ഒരു വചനമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം തന്റെ ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ കാണാൻ വരുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബ് 8:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഇന്ന് പകൽ നിന്നോടുള്ള സാഹചര്യം എന്തുമായിക്കോട്ടെ, നീ ദൈവസന്നിധിയിൽ നേരോടെ നിന്നാൽ നിനക്ക് വേണ്ടി ഉണർന്നു വരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ നമ്മളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമുക്ക് വേണ്ടി ഉണർന്നു വരുന്നൊരു ദൈവമുണ്ട്. അടുത്തത്, നിന്റെ നീതിയുള്ള വാസസ്ഥലം
യഥാസ്ഥാനത്താക്കും. ഇന്ന് തകർന്നു പോയാലും മാറിപ്പോയാലും നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ എന്ത് ചെയ്യും? സ്ഥാനം തെറ്റിപ്പോയാലും അവൻ ഉണർന്നു വരുമ്പോൾ വീണ്ടും യഥാസ്ഥാനത്താക്കും. ഇന്ന് പകലും ഉള്ളുകൊണ്ട് വിശ്വസിക്കുക, ജീവിതത്തിന്റെ അകത്ത് സ്ഥാനം തെറ്റിപ്പോയതിനെ വീണ്ടും റീസ്റ്റോർ ആക്കാൻ, വീണ്ടും യഥാസ്ഥാനത്താക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കോട്ടെ, നീ കേട്ട വാർത്തകൾ എന്തുമായിക്കോട്ടെ, നീ ദൈവമുഖം വീണ്ടും അന്വേഷിക്കാൻ തയ്യാറായാൽ, നീ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിൽക്കാൻ തയ്യാറായാൽ, നിനക്ക് വേണ്ടി ഉണർന്നു വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. എത്ര പിശാച് ഉഴുതു മറിച്ചാലും അവൻ എടുത്ത് അമ്മാനമാടിയാലോ, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ വീണ്ടും പഴയ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള കരുത്തുറ്റുള്ള ദൈവത്തെയാ നാം ആരാധിക്കുന്നത്, സേവിക്കുന്നത്. കരമടിച്ച നല്ല കർത്താവിന് ഇന്ന് പകൽ ചേർന്ന് സ്തോത്രം ചെയ്ത് അടുത്തതാണ് ദൂത്. ഏഴാമത്തെ വാക്യം വായിച്ചേ. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും. നിന്റെ ബിഗിനിങ് വളരെ ചെറുതായിരിക്കാം, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കാം, മോർ ഗ്ലോറിയസ് ആയിരിക്കാം. അത് തന്നെ നിന്നോടുള്ള ദൂത്. ദൈവം ട്രീറ്റ് ചെയ്യുമ്പോൾ നിന്റെ ഔട്ട്കം, നീ പുറത്തു വരുന്നത് അന്ത്യസ്ഥിതി അതിമഹത്തതായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബത്തെ നോക്കി പ്രവചിച്ചു പറയുന്നു, ദൈവാത്മാവ് ഇന്ന് സംസാരിക്കുന്നത് നീ ഇതുവരെ കണ്ടതോ കേട്ടതോ അതൊന്നും ചിന്തിക്കണ്ട. ദൈവം നിനക്ക് വരുത്താൻ പോകുന്നത് നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. അതിന്റെ അർത്ഥം ദൈവത്തെ സേവിക്കുന്നവരോട് ദൂത് പറയുന്നു, നിന്റെ നല്ല കാലം തീർന്നു പോയിട്ടില്ല, നിന്റെ നല്ല കാലം തീർന്നു പോയിട്ടില്ല. നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ, നിന്റെ നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ യേശുവിനെ ആരാധിച്ചേ. തലമുറകളെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, മാതാപിതാക്കളെ, നല്ല കാലം തീർന്നു പോയിട്ടില്ല, നല്ലത് ഇനി വരാൻ പോകുന്നതല്ലോ. അത് വരാൻ പോകുന്നതാണ്. നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഓരോരുത്തരുടെ ദൂത് പറയുകയാണ്, നിന്റെ നല്ല കാലം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ, നിന്റെ നല്ല കാലം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ നീ കേട്ടതല്ല, ദൈവം നിനക്ക് വരുത്തുന്നത്, ദൈവം നിനക്ക് വരുത്തുന്നത് അത് നല്ല കാലം വരുത്തും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നല്ല കാലം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇവിടെ സ്റ്റേജ് മുതൽ ശുശ്രൂഷകർ മുതൽ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഇനി നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. സഭയെ നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇല്ല, ദൈവാത്മാവ് പറയുന്നു, മകനെ, നല്ല കാലം തീർന്നിട്ടില്ല, അതിമഹത്തേറിയ ദൈവം വെളിപ്പെടുത്തുമെന്ന് ഇന്ന് പകൽ വീണ്ടും ദൈവം ഓർപ്പിക്കുന്നു. മോർ ഗ്ലോറിയസ്, അതിമഹത്തേറിയത്, അതിമഹത്തേറിയത് തുറന്നു വരട്ടെ, അതിമഹത്തേറിയത് തുറന്നു വരട്ടെ. ഓ ശാഖര, നിന്റെ തലമുറയ്ക്കായി, നിന്റെ തലമുറയ്ക്കായി അതിമഹത്തേറിയത് തുറന്നു വരാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോളാം. ദൈവാത്മാവ് ആലോചന പറയുന്നത് അതിമഹത്വമേറിയത് തലമുറകൾക്കായി ഓപ്പൺ ആകട്ടെ. ജീസസ്, അതിമഹത്തേറിയത് ദൈവം വെളിപ്പെടുത്തും. കർത്താവ് കേട്ടതല്ല, കർത്താവ് യോബിന് വരുത്തിയത്. അതിലേക്ക് വരാൻ പോവാ. അപ്പോൾ തന്നെ യോബിന്റെ പുസ്തകം ഒരു ദൂതും കൂടെ ഉണ്ട്. യോബ് 14:7-8-9 വായിച്ചേ. പലതും നഷ്ടപ്പെട്ടു തീർന്നു എന്ന് പറയുന്നവർക്ക് യോബിന്റെ പുസ്തകത്തിലെ ചില വചനങ്ങൾ ഭയങ്കര ആലോചനയാണ്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9
ഒന്ന് വായിച്ചേ. ഒരു വൃക്ഷമായിരുന്നാൽ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. കണ്ടോ, വെട്ടിയാൽ പിന്നെയും അടുത്തത്. അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കുകയില്ല. അതിന്റെ വേർ. ഇനി കണ്ടോ, ഇനി അതല്ല, വെട്ടിക്കളഞ്ഞത് മാത്രമല്ല, അതിന്റെ വേര് നിലത്തു പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. അതിന്റെ അർത്ഥം എന്തോ, ഇനി യാതൊരു പ്രതീക്ഷയും. വേരെന്ത് ചെയ്തു? പഴകി. അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയി, ഫിനിഷായി. പക്ഷെ അവരോടും ഇന്ന് പകൽ ദൂതുണ്ട്. ദൈവത്തിന്റെ ട്രീറ്റ്മെന്റിൽ കൂടെ കയറി ഇറങ്ങിയാൽ പിന്നെ അതിമഹത്തതായിരിക്കും. ഇവിടെ ഇരിക്കുന്ന സകലോട് പറയാം, നമ്മളെ ദൈവം ഒന്നിലോട്ടൊന്ന് കയറ്റി ഇറക്കാൻ പോവാ. അതിന്റെ ഔട്ട്കം മനോഹരമായിരിക്കും. ഇനി ഒന്ന് വായിച്ചേ. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. കണ്ടോ, പഴകി കിടക്കുമായിരിക്കും. ഇപ്പൊ കണ്ടോ, മഴ പെയ്തപ്പോ കണ്ടോ, 2 ദിവസം മഴ പെയ്തപ്പോ കണ്ടോ, ഉണങ്ങിക്കിടന്ന ഭൂമിയിൽ അവിടെ ഇവിടുന്നെല്ലാം എന്ത് ചെയ്യാൻ പോവാ? പൊട്ടിമുട്ടും. നമ്മൾ ഇത് എവിടുന്നാണ് ഈ കാട്? ഊഷര മരുഭൂമി പോലെ നമ്മുടെ വീടിന് ചുറ്റും കിടന്ന സ്ഥലമാണ്. ഈ 2 ദിവസമായിട്ട് അവിടെ ഇവിടുന്നൊക്കെ എന്ത് ചെയ്യാൻ പോയി? കിളിച്ചു വരാൻ തുടങ്ങി. വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോ പഴകിപ്പോയ വേരിന്നും കുറ്റിന്നുമൊക്കെ തളിർപ്പ് പൊങ്ങി വരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ചില മണ്ഡലത്തെ തട്ടുമ്പോ നിന്റെ പഴകിപ്പോയ ചില അനുഭവത്തിന്റെ അകത്ത് പട്ടുപോയി, പഴകിപ്പോയി, അഴകിപ്പോയി എന്നൊക്കെ നീ കേട്ടെടുത്ത് നിന്നോ, ദൈവത്തിന്റെ ട്രീറ്റ്മെന്റ് നടക്കുമ്പോ ഒരു നല്ല ഔട്ട്കം നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വിശ്വസിക്കുക, ആ വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ ചിലതെന്ത് ചെയ്യും? കിളിർത്തിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, ദൈവം ഒരു മഴയയക്കും. ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് രൂപാന്തരപ്പെടുത്താനായി ദൈവം അവസ്ഥയെ മാറ്റാനായി ചില മഴയെ ദൈവം അയക്കാം. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ദൈവം ഒരു വാക്ക് തിരപ്പെട്ട് ഏലിയാവ് പ്രാർത്ഥിച്ചു. മഴയില്ലാതെ കിടക്കുന്ന ഒരു 3-3.5 വർഷമാണ്. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം മഴ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ബാല്യക്കാരനെ വിടുന്നുണ്ട്. മലമേറി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ പോയി നോക്കടാ. 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം അവനെല്ലാം കടലിന്റെ നേരെ പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒരു ലക്ഷണവും ഇല്ല, മഴയ്ക്ക് യാതൊരു സാധ്യതയില്ല. പക്ഷെ ഇപ്പുറത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഇതുവരെ നീ കണ്ടതും ഇതുവരെ നീ കേട്ടതും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. യോബിനെ പോലെ അതരം കൊണ്ട് പാപം ചെയ്യാതെ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞ് ദൈവത്തിന്റെ യോബ് വിളിച്ചു പറയുന്നുണ്ട്, ഹല്ലേലൂയ, അന്യനല്ല സ്വന്തം കണ്ണാൽ കാണും എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. സകലതും ക്ഷയിച്ചു പോയാലും ഞാൻ അവനെ കാണും. അതരം കൊണ്ട് പാപം ചെയ്യാതെ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞ് യോബിനെ പോലെ. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ല. ഹല്ലേലൂയ. വീണ്ടും 7-ാമത്തെ പ്രാവശ്യം ചെന്നപ്പോ ബാല്യക്കാരെ നോക്കിയിട്ട് വന്നത് പറയാ, ദേ കടലിന്റെ മീതെ മനുഷ്യന്റെ കൈ പോലൊരു മേഘം പൊങ്ങി വരുന്നു. മതി, അത് മതി. ഈ ദിവസങ്ങളിൽ ചെറിയൊരു മേഘമായിരിക്കാം കാണുന്നത്. വീണ്ടും പ്രാർത്ഥിച്ചോ. ആ മേഘം പിന്നീട് വൻമഴ പെയ്തു. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ വായിച്ച യാക്കോബ് 5-ന്റെ തരുട്ട് വായിക്കുമ്പോൾ കാണാം, അത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യങ്ങൾ വിളഞ്ഞു, ഫലമില്ലാത്തതിനെ ഫലമുള്ളതാക്കി തീർത്തു. ഇന്ന് പകൽ ദൈവത്തിന്റെ കരം ചലിക്കുമ്പോൾ, ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ഫലമില്ലാതിരിക്കുന്ന ചിലതിനെ ഫലമുള്ളതാക്കി എന്റെ ദൈവം മാറ്റും. കരമടിച്ച് നല്ല ദൈവത്തിന്റെ മഹത്വം കയറ്റിയേ. നമ്മൾ വായിച്ച ദൂതിലേക്ക് വരാൻ പോവാ. യോബിന്റെ ജീവിതത്തിൽ നീ അസഹിഷ്ണുത നിങ്ങൾ കേട്ടു. യോബിന് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടിരിക്കുന്നു. കേട്ടതല്ല, ദൈവം വരുത്തിയ അവസാനം നമ്മൾ ചിലത് കാണാൻ പോവുക. ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണാൻ പോവുക. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം. യോബ് കണ്ടോ? യോബ് കണ്ടതൊന്ന് വായിക്കാൻ പോവാ. യോബ് 42-ന്റെ 10, പിന്നെ 16, 17. യോബിന്റെ പുസ്തകം എടുത്തേ. 42, 10, പിന്നെ 16, 17 മാത്രം വായിച്ചാൽ മതി. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ
ഉണ്ടായിരുന്നതൊക്കെയും ആ. യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. മുമ്പേ ഉണ്ടതെല്ലാം ദൈവം യോബിന് എന്ത് ചെയ്തു? ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും അല്ല കൊടുത്തു. ഇനി 16-17 വായിച്ചു. അതിനുശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അതിനുശേഷം ഇയ്യോബ് 140 സംവത്സരം ഈ ജീവിച്ചിരുന്നു. പ്രതിസന്ധി എല്ലാം മാറിക്കഴിഞ്ഞപ്പോ ദൈവം അവന് മുമ്പുള്ളതെല്ലാം എന്ത് ചെയ്തു? ഇരട്ടിയായി കൊടുത്തു. കാരണം ദൈവം വരുത്തുന്ന അവസാനം അതരം കൊണ്ട് പാപം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ സ്ഥിതി മാറി മറിഞ്ഞു. ദൈവത്തിന്റെ ട്രീറ്റ്മെന്റ് നടക്കാൻ തുടങ്ങി. ഒരു ഔട്ട്കം പുറത്തു വരാൻ തുടങ്ങി. കേട്ടത് സഹിഷ്ണുതയാണ്, പക്ഷെ അടുത്ത കാണാൻ പോകുന്നത് നഷ്ടപ്പെട്ടതെല്ലാം അനേക മടങ്ങായി തിരിച്ചു വരുന്നു. അടുത്തത് അതിന്റെ 16-17 അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. മക്കളെയും അന്യനല്ല, സ്വന്തം കണ്ണാ കാണൂന്ന് പറഞ്ഞവൻ സ്വന്തം കണ്ണാ കണ്ടു. എങ്ങനെ മരിച്ചത്? വൃദ്ധനും ദൈവം വെച്ച കാലസമ്പൂർണതയിൽ അവൻ മരിപ്പാനിട വന്നു. തീരുമെന്ന് ചിന്തിച്ചത് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും അതിക്രൂരമായ വേദനയുടെ അനുഭവം കേട്ട നമ്മൾ 42-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിമഹത്തേറിയ യോബിന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിമറിച്ചു. ഇന്ന് പകൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നീ കേട്ടതല്ല, അപ്പുറത്ത് വലുത് ദൈവം കാണാൻ പോയാൽ. കേട്ടത് തിന്മയുടേതാകാം, പക്ഷെ ദൈവം കാണിക്കാൻ പോകുന്നത് അതിമഹത്തായി. ബൈബിളുടനീളമുണ്ട് തിന്മ കേട്ടു, പക്ഷെ അവസാനം ദൈവം എന്തോ ആക്കി മാറ്റി? നന്മയാക്കി മാറ്റി. അതിൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ശ്രദ്ധിച്ചേ. പഴയ ഉൽപ്പത്തി പുസ്തകം എടുത്തേ, 37-ാം അധ്യായം എടുക്കുമ്പോൾ നമുക്ക് ജോസഫിന്റെ അനുഭവം കാണാം. തന്റെ അപ്പനായ യാക്കോബ്, തന്റെ മകൻ ജോസഫ്, വാർദ്ധക്യത്തിലുള്ള മകനാണ് ജോസഫ്. ജോസഫ് സ്വപ്നം കണ്ടു. അത് സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. സഹോദരന്മാർ ജോസഫിനെ വകവരുത്താൻ തീരുമാനിച്ചു. ആദ്യം പൊട്ടക്കിണറിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അടിമ മിദ്യാനിയർക്ക്, കച്ചവടക്കാർക്ക് അടിമയായിട്ട് വിറ്റു. അറിയാവുന്ന സംഭവം ഞാൻ സിമ്പിളായിട്ട് പറയാം, അതിലൊരു ദൂത് പറയാനാ വരുന്നത്. ഇപ്പൊ ജോസഫ് എന്ന യൗവനക്കാരൻ, സ്വപ്നമുള്ളവൻ, ദർശനമുള്ളവൻ, എല്ലാവരേക്കാൾ ഉന്നതമാകുമെന്നൊരു സ്വപ്നം കണ്ടവൻ, പക്ഷെ പുറത്തു പറഞ്ഞു പ്രതികൂലമായി സ്വന്തം സഹോദരങ്ങൾ. സാധാരണ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വരുമ്പോൾ ഉയർച്ച സന്തോഷിക്കേണ്ട സഹോദരൻ, സ്വന്തം സഹോദരങ്ങൾ അവൻക്കെതിരെ എന്ത് ചെയ്തു? പലപ്പോഴും അങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് നമുക്ക് വിഷയം. ചിലർക്ക് അയ്യോ എന്റെ സ്വന്തം സഹായം താങ്ങിയില്ല, സഹായിച്ചില്ല, പറഞ്ഞില്ല, ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ വെയിറ്റ് ചെയ്യും, ഇതിനെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്ത് തിരിച്ചു മാറ്റുന്നൊരു ദൈവമുണ്ട്. സഹോദരന്മാർ തള്ളി പൊട്ടക്കിണറിലിട്ടു, പിന്നെ കച്ചവടർക്ക് വിറ്റിട്ട് വീട്ടിൽ അപ്പനോട് കള്ളം പറയണ്ടേ? വീട്ടിൽ അപ്പനോട് ചെന്ന് കള്ളം പറഞ്ഞു. അതെന്തോന്നറിയാമോ? ഉൽപ്പത്തി 37-ന്റെ പുസ്തകം 37-ാം അധ്യായം എടുത്തേ. 31 തൊട്ടൊന്ന് വായിച്ചേ. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസേഫിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി. ഒരു ആട്ടുകൊറ്റനെ കൊന്ന് ജോസഫിന്റെ വസ്ത്രം അങ്ങോട്ട് എടുത്തിട്ട് രക്തത്തിൽ മുക്കി. അവർ നിലയാങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അവൻ അത് തിരിച്ചറിഞ്ഞു, ഇത് എന്റെ മകന്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസേഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. ഇനി ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്ന യാക്കോബ് ഒറ്റ രാത്രി കൊണ്ട് പ്രാർത്ഥിച്ച് ഇസ്രായേലായി മാറിയവൻ, ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ദൈവത്തിന് ആരാധനാലയം പണിയുമെന്ന് പറഞ്ഞവൻ, അങ്ങനെ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്നവൻ, തൻ്റെ ജീവിതത്തിൽ ഒരു വാർത്ത കേട്ടു. തൻ്റെ മകനെ ദുഷ്ടമൃഗം, അവൻ കേട്ടതെന്താ? ദുഷ്ടമൃഗം. എന്നിട്ട് സഹോദരങ്ങൾ തെളിവും കാണിച്ചു. തൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഒരാടിൻ്റെ രക്തത്തിൽ മുക്കിയിട്ട് കൊണ്ട് കാണിച്ചത്, ഇതിൻ്റെ മകനല്ലയോ, ദുഷ്ടമൃഗം വലിച്ചു കീറി എൻ്റെ രക്തമാണ്. ഇത് കണ്ടപ്പോൾ അപ്പൻ സങ്കടിച്ചു.
വളരെ വേദനിച്ചു. കാരണം സ്വന്തം മകന്റെ ഡ്രസ്സാന്ന് മനസ്സിലായി. ദുഷ്ടമൃഗം കൊന്നു കളഞ്ഞല്ലോ എന്ന് വാർത്ത കേട്ട് നീണ്ട നാളുകൾ ദുഃഖിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട്, സഹോദരന്മാർ ദോഷം ചെയ്തു, സഹോദരന്മാർ തിന്മ ചെയ്തു. അപ്പോസ്തലർ 7:10 കിടപ്പുണ്ട്, എങ്കിലോ ദൈവം ജോസഫിനെ ഉയർത്തി. പലരും നിന്നയായിരുന്നപ്പോൾ ദൈവം കൂടിരുന്നു. മിസ്രൈമിലെ സകലർക്കും അധികാരിയാക്കി ദൈവം അവനെ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇന്ന് പകൽ ചില ട്രീറ്റ്മെന്റിൽ കൂടെ നീ കടന്നു പോകുന്നത് വലിയ മഹത്വം ദൈവം കാണിക്കാനാ. ഇനി ശ്രദ്ധിച്ചോണം. ജോസഫ് ഉന്നത സ്ഥാനത്തെത്തി. ആ ദേശത്തെല്ലാം ക്ഷാമം വന്നു. തന്റെ സഹോദരങ്ങളും കൂട്ടരും ധാന്യം വാങ്ങാനായി മിസ്രൈമിൽ ജോസഫിന്റെ അടുത്തേക്ക് വന്നു. സ്വന്തം സഹോദരൻ എന്നറിയാതെ അവർ സഹോദരന്റെ മുമ്പിൽ താണു വീണു. അവൻ കണ്ട സ്വപ്നം നിറവേറി. തന്റെ കറ്റ ഉയർന്നിരിക്കുന്നു, മറ്റുള്ള കറ്റകൾ താണിരിക്കുന്നു. അവർക്കെല്ലാം ധാന്യം കൊടുത്തു. പക്ഷെ ജോസഫ് എന്നിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് തന്നെ. ഞാൻ ആരാന്നറിയാമോ? നിങ്ങളുടെ സഹോദരനാ. നിങ്ങൾ വിറ്റുകളഞ്ഞ സഹോദരനാ. നിങ്ങൾ തീർന്നെന്ന് പറഞ്ഞ സഹോദരനാ. ദേശത്ത് മൊത്തം ക്ഷാമമാ. ഇനിയും ഉണ്ട് ഒരു 5 വർഷം. നിങ്ങളെയെല്ലാം ഞാൻ പോറ്റിക്കോളാം. നിങ്ങളെയെല്ലാം ഞാൻ പോറ്റിക്കൊള്ളാം. ഉൽപ്പത്തി 45 എടുത്ത് മനോഹരമായ ചില വാക്കതി കിടപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45, ഞാൻ നിങ്ങളെയെല്ലാം പോറ്റിക്കൊള്ളാം. ഹല്ലേലൂയ. 9 മുതൽ 13 ഒരു വേഗത്തിൽ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ ബന്ധപ്പെട്ട് എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എന്റെ അടുക്കൽ വരണം. നീ ഗോശേൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. കണ്ടോ, സഹോദരന്മാർ തള്ളിക്കളഞ്ഞവൻ, പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞവൻ, അടിമയായി കച്ചവടക്ക് വിറ്റുകളച്ചപ്പോൾ ഇപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന അവസ്ഥ കണ്ടോ. ക്ഷാമം വന്നാലോ ഇനിയുള്ള വർഷവും നിങ്ങളെ മൊത്തം പോറ്റാൻ ഞാൻ പോറ്റിക്കൊള്ളാം. ഇന്ന് പകൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് തകർക്കപ്പെട്ട ചിലതിനോട് ദൈവം ദൂത് പറയുന്നു, നിന്റെ ഇന്നത്തെ സ്ഥിതി അല്പമായി തോന്നിയാലോ നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തതായിരിക്കും. ദൈവം വരുത്തുന്ന ഔട്ട്കം വലുതാണ്. ഇനി ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ഇനി വേഗത്തിൽ അടുത്തത്. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എന്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കണ്ടുവല്ലോ. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും. ആ വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചോണം. 45:13. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. കണ്ടോ, നിങ്ങൾ എന്നിട്ട് പറയണം, മിസ്രൈമിൽ എന്റെ മഹത്വവും. നിങ്ങൾ നേരത്തെ അപ്പൻ്റെ അടുത്ത് പോയി എന്തോ കേൾപ്പിച്ചേ, ഞാൻ തീർന്നെന്ന്. ഇനി ചെന്ന് പറ, ഞാൻ മഹത്വത്തോടെ മിസ്രൈമിൽ വാഴുന്നു. ഇങ്ങനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അതുപോലെ പ്രാർത്ഥിക്കാൻ പോവാ. അതെ സിസ്റ്ററെ, ആ വാക്യം ഒന്ന് എടുക്കണേ. അതിന് 26 മുതൽ 45-26 ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. 45-26 മുതലുള്ള വാക്യങ്ങൾ ഇനി എല്ലാവരും ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. തന്റെ അപ്പനായി യാക്കോബ് എന്താ കേട്ടത്? തന്റെ മകൻ മരിച്ചു. നമ്മൾ ദൂതിന്ന നീ കേട്ടതല്ല, കർത്താവ് വരുന്ന അന്ത്യം കാണാൻ പോയ അത് അതിമഹത്തായിരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ജോസഫ് പറയാണ്, ചെന്ന് പറ അപ്പനോട്, മിസ്രൈമിൽ ഇപ്പൊ എന്റെ സ്ഥിതി മഹത്തരമേറിയ സ്ഥിതി പറ. ഇനി ചെന്ന് പറയുന്ന അനുഭവം സിസ്റ്റർ വായിച്ച് 26 മുതൽ. അവനോട് യോസേഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. ചെന്നിട്ട് പറയാണ്, അടുത്ത വാർത്ത കേൾക്കുകയാണ്, ജോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചുമില്ല. അപ്പൊ വിശ്വസിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. കരഞ്ഞു വേദനിച്ചവൻ കേട്ട വാർത്ത എന്താണെന്നറിയാമോ? യോ തീർന്നുപോയി, ദുഷ്ടമൃഗം തിന്നുപോയി എന്നുള്ള വാർത്ത കേട്ട് വേദനിച്ച് ഈ ഒരു പ്രതീക്ഷയില്ലാതെ കിടക്കുകയാണ്. പറഞ്ഞിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇതുപോലെ ചിലതിന്റെ ജീവിതത്തിൽ ഞാൻ ദൂത് പറയാൻ പോയാ, വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഔട്ട്കം, ഒരു ട്രീറ്റ്മെന്റ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോയാ, നിന്നെ ദൈവം മഹത്തരമായി ട്രീറ്റ് ചെയ്യാൻ പോയാ. ഹല്ലേലൂയ.
ഇനി ശ്രദ്ധിക്കാം. ഇതുവരെ കേട്ട് ഇത് എന്നിട്ട് ജീവിച്ചിരിക്കുന്നതും കേട്ടു, എന്നിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. മരിച്ചു പോയെന്ന് പറഞ്ഞു, കേട്ടു, വിശ്വസിച്ചു. ഒരു തെളിവ് കാണിച്ചു, അപ്പൊ വസ്ത്രം കാണിച്ചപ്പോ രക്തപ്പുറ കണ്ടത് മനസ്സിലായി മരിച്ചെന്ന്. വീണ്ടും പറഞ്ഞ് ജീവനോട് ഇരിക്കുന്നു, ഭയങ്കര മഹത്വത്തോടെ ഇരിക്കുന്നു, വിശ്വസിച്ചില്ല. അടുത്തത് 27. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ജോസഫ് പറഞ്ഞതെല്ലാം പറഞ്ഞു, എന്നിട്ട് യാക്കോബിന് വിശ്വാസം വരുന്നില്ല. തന്നെ കയറ്റിക്കൊണ്ട് പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. പക്ഷെ അപ്പനോട് അവര് പറഞ്ഞു, അപ്പ വെളിയിലോട്ടൊന്നും നോക്ക്, നമ്മുടെ കൂടാരത്തിന്റെ പുറത്തോട്ടൊന്നും നോക്ക്, കിടക്കുന്ന രഥം കണ്ടോ? ഇത് രാജാക്കന്മാരുടെ രഥമാണ്. ഹല്ലേലൂയ. ഈ രഥം കണ്ടതോ, നേരത്തെ എന്തോ കണ്ടതറിയാമോ? രക്തത്തിൽ പുരണ്ട് കിടക്കുന്ന മോന്റെ ഡ്രസ് കണ്ട് എന്നേക്കും വിലാപത്തിലേക്ക് ആരക്കടലേക്ക് പോയ മനുഷ്യൻ ഇപ്പൊ കണ്ടത് തിളങ്ങുന്ന മിസ്രൈമിന്റെ രഥം കണ്ടപ്പോ വീണ്ടും ചൈതന്യം പ്രാപിച്ചു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, ഇതുപോലെ ചിലത് നീ കാണാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ കാണാൻ പോകുക, നിന്റെ ഭവനത്തിന്റെ മുറ്റത്ത് കാണാൻ പോകുകയാണ്, നിന്റെ ജീവിതത്തിൽ കാണാൻ പോകുക. വിശ്വസിക്ക്, വിശ്വസിക്ക്, വിശ്വസിക്ക്. ഒന്ന് കരമടിച്ച് കർത്താവിന്റെ മഹത്വം കരറ്റിയ എന്തോ നിന്റെ ജീവിതത്തിന്റെ അകത്തലങ്ങളിൽ, എന്തോ നിന്റെ ജീവിതത്തിന്റെ അകത്തലങ്ങളിൽ ചിലത് കാണാൻ പോവുക. നിന്നെ ചൈതന്യം പ്രാപിക്കുന്ന, നിനക്ക് വീണ്ടും റിവൈവ് തരുന്ന, നിന്നെ ഒന്ന് വീണ്ടും ഉണർത്തുന്ന ചിലത്, നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ദൈവം ചിലത് കാണിക്കൂ. ഓ, കരം മടിച്ച് ദൈവത്തിന് മഹത്വം കരറ്റിയേ. ദൈവം ചില അവസാനം വരുത്താൻ പോകുക. ഒരു നന്മയ്ക്കായി, നന്മയ്ക്കായി. ബൈബിൾ പറയുന്ന റോമർ 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കരേറ്റിയേ.